ഹലോ, ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ പുറത്തേക്കൊന്ന് പോകാൻ നിൽക്കുകയാണ്. ഞങ്ങൾ ഇടയ്ക്കൊക്കെ അങ്ങനെ രാത്രി പോവാറുണ്ട്. ഇപ്പോഴും ഗുരുവായൂർക്കൊക്കെയാണ് കൂടുതലും പോവാറ്. അവിടെ പോയാൽ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിട്ട് ഒരു 11-12 മണിയൊക്കെ ആകുമ്പോൾ തിരിച്ച് വരാറുണ്ട്. ഞങ്ങളുടെ ഇവിടുന്ന് ഗുരുവായൂർക്ക് ഒരു 20 മിനിറ്റൊക്കെ ഉള്ളൂ യാത്ര ചെയ്യാൻ. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ രാത്രിയിൽ പോവാറുണ്ട്. അവിടേക്കൊന്ന് കറങ്ങിയതിന് ശേഷം അവിടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു ചായക്കട ഉണ്ട്, മിൽമയുടെ. അവിടുന്ന് ചായയൊക്കെ കുടിച്ചിട്ട് സാധാരണ വരാറ്. ഇന്ന് ഞങ്ങൾ വൈകുന്നേരം എല്ലാവരും കൂടിയൊക്കെ ഇരുന്ന് സംസാരിച്ചപ്പോൾ ഇങ്ങനെ തീരുമാനിച്ചൊന്ന് ഗുരുവായൂർക്കൊന്ന് പോയാലോ എന്ന്. അപ്പോഴാണ് ഇന്ന് മോൻ്റെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞത്. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് തോന്നി എന്നാൽ ഗുരുവായൂർ വേണ്ട, നേരെ ബീച്ചിലേക്ക് പോയാലോ എന്ന് വിചാരിച്ച്. അങ്ങനെ ഞങ്ങൾ ചാവക്കാട് മന്നലാംകുന്ന് ബീച്ചിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് രാത്രി ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം എല്ലാവരും കൂടി ഒരു 10-11 മണിയൊക്കെ ആയി ബീച്ചിലെത്തുമ്പോൾ. ഞങ്ങൾ ഇതിലും കൂടുതൽ ആൾക്കാരൊക്കെ ഉണ്ടാവാറുണ്ട്. ഇത് പെട്ടെന്നുള്ള ഒരു തീരുമാനമായ കാരണം ഞങ്ങളൊരു 2 വണ്ടിയിൽ കൊള്ളുന്ന ആൾക്കാരായിട്ടാണ് പോയത്. ഞങ്ങൾ കുറേ ഫാമിലികളുണ്ട്, എല്ലാവരും ഇവിടെ അടുത്ത് തന്നെയാണ്. ബീച്ചിലേക്കൊക്കെ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എല്ലാവരും കൂടി പോവാറുണ്ട്. രാത്രി ആയ കാരണം ഞങ്ങൾ കടലിലേക്കൊന്നും ഇറങ്ങിയില്ല. കുറേ നേരം അവിടെയൊക്കെ ഇരുന്നു. പിന്നെ നിറച്ച് ഞണ്ടുണ്ടായിരുന്നു. ഞണ്ടിങ്ങനെ കരയ്ക്ക് കയറി വരുന്നുണ്ടായിരുന്നു. പകലൊന്നും പോയിട്ട് ഞങ്ങൾ ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ല. രാത്രി ആയ കാരണമെന്ന് അറിയില്ല, ഞണ്ടുകൾ ഇങ്ങനെ തിരയടിക്കുമ്പോൾ ഇങ്ങനെ കയറി വന്നിരുന്നു. രാത്രി ആയ കാരണം തന്നെ അവിടെ വലിയ വെളിച്ചമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ പറ്റണ പോലെയൊക്കെ കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. വലിയ ക്ലിയറൊന്നും ഉണ്ടാവില്ല. രാത്രിയാണെങ്കിലും ബീച്ചിൽ ഇഷ്ടംമാതിരി ഫാമിലികളൊക്കെ ഉണ്ടായിരുന്നു. ഭക്ഷണമൊക്കെ കൊണ്ടുവന്ന് ആൾക്കാർ അവിടെയൊക്കെ ഇരുന്ന് കഴിക്കുകയും നല്ല വൈബായിരുന്നു രാത്രിയിൽ. അങ്ങനെ കുറേ നേരമൊക്കെ അവിടെ ഇരുന്ന് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു 12 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ കേക്കൊക്കെ സെറ്റ് ചെയ്ത് കേക്കൊക്കെ മുറിച്ച്. ആൾക്ക് അറിയില്ലായിരുന്നു ഇന്ന് ബർത്ത്ഡേ ആണ് എന്നുള്ളത്. ഞങ്ങളാരും അവനോട് ഒന്നും പറഞ്ഞില്ല, ഓർമ്മിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്നൊരു സർപ്രൈസ് ആയപ്പോൾ അവന് ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ മുറിച്ച് അവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു, അവർക്കൊക്കെ കൊടുത്ത്. അതിന് ശേഷം അതിൻ്റെ തൊട്ടടുത്ത് ഒരു ചായക്കട ഉണ്ടായിരുന്നു. അവിടെ കയറി ഞങ്ങൾ എല്ലാവരും ഓരോ ചായയൊക്കെ കുടിച്ച്. പിന്നെ ഞങ്ങൾ എവിടെയും കറങ്ങാനൊന്നും നിന്നില്ല. ചായയൊക്കെ കുടിച്ചിട്ട് എല്ലാവരും കൂടി തിരിച്ചു പോന്നു. അപ്പോൾ എടുത്ത ഫോട്ടോസും വീഡിയോസൊക്കെ ഇതിലിട്ടിട്ടുണ്ട്.